കൊണ്ട് മാറ്റിയെന്ന് പറയാനുള്ള ആർജവം ഈ സർക്കാരിനും ആഭ്യന്തരമന്ത്രിക്കും ഇല്ലാതെ പോവുകയല്ലേ? മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ യുവജന സംഘടനകൾ നടത്തിയ നിയമസഭാ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിൽ, യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെ പ്രവർത്തകർ MC റോഡ് ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പോലീസ് നിയമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഇത് പ്രതിഷേധ മാർച്ച് കടന്നു വരികയാണ്. UDYF-ന്റെ പ്രതിഷേധം. സഭയ്ക്കകത്ത് സർക്കാരിനെതിരെ UDF ആഞ്ഞടിക്കുമ്പോൾ സഭയ്ക്ക് പുറത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമുന്നയിച്ച് UDYF-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അടിയന്തര പ്രമേയ സമയത്ത് മുഖ്യമന്ത്രി സഭയിലില്ലാത്തതിനെ രാഹുൽ വിമർശിച്ചു. സംഘപരിവാർ ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്നും പരിഹാസം. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്തുണ്ടായിരുന്നുവെങ്കിൽ ആ ശബ്ദമുയരുക ഈ നാട്ടിലെ സംഘപരിവാറിന് വേണ്ടിയിട്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിന് നേരെ പ്രവർത്തകർ കല്ലും വടികളും എറിഞ്ഞതോടെ ജലപീരങ്കി പ്രയോഗം കൂടുതൽ തീവ്രമായി. പിരിഞ്ഞു പോകാൻ തയ്യാറാകാത്ത പ്രവർത്തകർക്ക് നേരെ 3 പ്രാവശ്യം പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിനെയും പി കെ ഫിറോസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. തുടർന്ന് പ്രവർത്തകർ MC റോഡ് ഉപരോധിച്ചു. ഗതാഗതം തടസ്സപ്പെട്ടു. തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. സ്പീക്കറുടെ ഡയസിൽ കയറി പ്രതിഷേധിച്ച 4 പ്രതിപക്ഷ എംഎൽഎമാരെ താക്കീത് ചെയ്ത് നിയമസഭ. മന്ത്രി MP രാജേഷ് അവതരിപ്പിച്ച പ്രമേയം സഭ അംഗീകരിച്ചു. പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പോടെയാണ് പ്രമേയം അംഗീകരിച്ചത്. മാത്യു കുഴൽനാടൻ, IC ബാലകൃഷ്ണൻ, അൻവർ സാദത്ത്, സജി ജോസഫ്